ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ കർഷകർക്ക് ഭീഷണിയായി മാറിയ കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കാൻ പ്രത്യേക നടപടി തുടങ്ങി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 18ഓളം എംപാനൽ ഷൂട്ടർമാരെ വിന്യസിച്ചാണ് കാട്ടുപന്നികളെ വെടിവെച്ച് നിയന്ത്രിക്കുന്ന പദ്ധതി ആരംഭിച്ചത്. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് ലൈസമ്മ തോമസ് നിർവഹിച്ചു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും നാശനഷ്ടം വരുത്തുന്ന കാട്ടുപന്നികളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ സംഘത്തിൽ 18 പേരുണ്ട് ഇവരിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ ഇവർ സേവനം ചെയ്യുകയാണ്. സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം നിയമപ്രകാരം പെൻഷൻ ലഭിച്ചവരാണ് ഇന്ന് ഈ ഷൂട്ടർമാരായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ കർഷകർക്ക് കൃഷിനാശങ്ങൾ, കാട്ടുപന്നിയുടെയൊക്കെ ശല്യം മൂലം ഒത്തിരി കൃഷിനാശങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഇന്ന് ഇവരുടെ സേവനം ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് കിട്ടുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ കൃഷിക്ക് നാശനഷ്ടങ്ങൾ വരുത്താതെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും പേരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി അധ്യക്ഷനായി. പ്രഥമ ബോർഡ് മീറ്റിംഗിൽ തന്നെ ചെറുപുഴ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നിയുടെ രൂക്ഷമായ ആക്രമണം മൂലം ജനങ്ങൾ കൃഷി ഉപേക്ഷിച്ച് പിന്തിരിയുന്ന ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി ഈ വിഷയം ചർച്ച ചെയ്യുകയും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും അതുപോലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള ഒരു മീറ്റിംഗ് ചർച്ച ചെയ്തുകൊണ്ട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വിദഗ്ധരായ 2022 മുതൽ വിദഗ്ധരായ പരിശീലനം ലഭിച്ച ഒരു ടീമിനെ നിയോഗിക്കുകയും ആ ടീമിൻ്റെ നേതൃത്വത്തിലാണ് വിവിധ പഞ്ചായത്തുകളിൽ അവരുടെ സേവനമുണ്ട്. ചെറുപുഴ പഞ്ചായത്തിലോട്ടും ഇപ്പം കടന്നു വന്നിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ മുഴുവൻ വാർഡുകളിലും ജനങ്ങളുടെ ആവശ്യപ്രകാരം ഏതൊക്കെയാണോ മുൻഗണനാടിസ്ഥാനത്തിൽ വേണ്ടത് ആ സ്ഥലങ്ങളിലെല്ലാം ഇവരുടെ സേവനം കർഷക രക്ഷാസേന എന്ന ഒരു പേരിൽ സംഘം നമ്മുടെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണം തടയാനുള്ള എല്ലാ നടപടികളും പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതാത് വാർഡ് മെമ്പർമാരോട് ബന്ധപ്പെട്ടുകൊണ്ട് അത് വിവരം പഞ്ചായത്തിൽ അറിയിക്കുകയും പഞ്ചായത്ത് അതിൻ്റെ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇന്ന് 18ഓളം ഷൂട്ടർമാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായ ഒരു നടപടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് അറിയിക്കുകയാണ്. സ്ഥിരം സമിതി അധ്യക്ഷൻ KD പ്രവീൺ, പഞ്ചായത്ത് അംഗം പ്രിൻസ് വെള്ളക്കട, എംപാനൽ ഷൂട്ടർ ക്യാപ്റ്റൻ ബെന്നി മൊട്ടത്തേൽ എന്നിവർ സംസാരിച്ചു. മലയോര മേഖലകളിൽ ഈ കർഷകർ കൃഷി ചെയ്യുകയും വന്യമൃഗങ്ങൾ വിളവെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഉള്ളത്. അതുകൊണ്ട് കാർഷിക മേഖലയിലുള്ള കൃഷിക്കാർ കൃഷി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മലയോര മേഖലകളിൽ ഏറ്റവും കൂടുതൽ കൃഷി നശിപ്പിക്കുന്നത് കാട്ടുപന്നിയാണ്. 2022 സർക്കാർ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി സംരക്ഷണത്തിനായി തോക്ക് ലൈസൻസ് ഉള്ള ആൾക്കാരെ വിളിച്ചുകൂട്ടി കർഷക രക്ഷാസേന എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും 12ഓളം പഞ്ചായത്തുകളിൽ ഞങ്ങൾ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന ഇതാണ് ചെയ്യുന്നത്. കൃഷി വന്യമൃഗ ശല്യം മൂലം കൃഷി ഉപേക്ഷിച്ച കർഷകരെ കാർഷിക മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും ഭയം കൂടാതെ കൃഷി സ്ഥലങ്ങളിൽ ഇറങ്ങി നടക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് കർഷക രക്ഷാസേനയുടെ ഉദ്ദേശം. കാട്ടുപന്നി ശല്യം രൂക്ഷമായ മേഖലകളിൽ ഷൂട്ടർമാർ സഞ്ചരിച്ച് പന്നികളെ നിയന്ത്രിക്കുന്ന നടപടികളാണ് ഇനി മുതൽ ശക്തമാക്കുന്നത്. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.